ന്യൂസിലേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ നിൽക്കുന്നത് വാണിയപ്പാറ തട്ട് കോൺവെന്റിന്റെ റോഡിലാണ് ഉള്ളത്. ഇത് കഴിഞ്ഞ വർഷവും നമ്മൾ ഇതേപോലെ ഒരു വാർത്ത ചെയ്തതാണ്. ക്രഷറിൽ നിന്നും അഴുക്ക് വെള്ളങ്ങൾ വരികയും വളരെ ദുർഗന്ധമായ അവസ്ഥയിലാണ് ഇവിടെ ഉള്ളത്. നമുക്ക് കാഴ്ചയിലേക്കും നാട്ടുകാരുടെ പ്രതികരണത്തിലേക്കും നമുക്കൊന്ന് പോയി നോക്കാം. കൊടകരപ്പുറം തങ്കഞ്ഞനോട് തന്നെ കാര്യങ്ങൾ ചോദിച്ചറിയാം. അയ്യങ്കുന്ന് പഞ്ചായത്തില് പ്രവർത്തിക്കുന്ന റീന ക്രഷർ യൂണിറ്റിൽ നിന്ന് വരുന്ന വിഷ കൂട്ടാണ് ഇതിലെ ഒഴുകിക്കൊണ്ടിരിക്കുന്നത്. ഒരിക്കലും ഈ കൈത്തോട്ടിൽ ഇതുപോലെ ഒരിക്കലും വെള്ളം ഇല്ലാത്ത തോടാണ്. ഇങ്ങനെ ഈ തോട് രൂപപ്പെടുവാൻ കാരണം മൂന്നാംകുറ്റി ചരള് പുല്ലുംപാറത്തട്ട് പീളിപ്പിടി റോഡിൽ റീന ക്രഷർ ഇരിക്കുന്നതിന് മുകളിലേക്കുള്ള കലുങ്കുകൾ ഒരു വശം മുഴുവൻ അടച്ച് സ്വാഭാവിക നീരൊഴുക്ക് തടഞ്ഞ് വേനൽക്കാലത്ത് ക്രഷറിൽ നിന്നും വരുന്ന ലോഡ് കണക്കിലുള്ള മാലിന്യങ്ങൾ കുന്നുകൂട്ടിയിട്ടിരിക്കുന്നത് മഴ ആരംഭത്തിൽ മുതൽ ഈ അസ്വാഭാവിക വെള്ളച്ചാട്ടത്തിന് കൂടെ അവർ ഹിറ്റാച്ച് വെച്ച് ഒഴുക്കി വിട്ടുകൊണ്ടിരിക്കുകയാണ്. 5 പതിറ്റാണ്ടുകളായിട്ട് 20ഓളം കുടുംബങ്ങൾ ദാഹജലം എടുക്കുന്നത് ഈ കൈത്തോട്ടിൽ കൂടിയായിരുന്നു. ഇന്ന് ഞങ്ങൾ കഴിച്ചുകൊണ്ടിരിക്കുന്നത് ഈ വിഷവെള്ളമാണ്. തന്നെയല്ല, വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഈ പ്രദേശത്തുള്ള ആബാലവൃദ്ധം ജനങ്ങളും നിത്യരോഗികളായി മാറിയിരിക്കുകയാണ്. പ്രത്യേകിച്ചും കുഞ്ഞുങ്ങൾ അതിമാരകമായ രോഗങ്ങൾക്ക് അടിമപ്പെട്ടിരിക്കുകയാണ്. ഇത് പ്രത്യേകത എന്ന് വെച്ചാൽ ഇത് കോൺവെന്റിൻ്റെ മുമ്പിലാണ് ഞങ്ങൾ നിൽക്കുന്നത്. ഈ കോൺവെന്റിൻ്റെ കലിങ്കിന് ചുരുങ്ങിയത് 2 മീറ്റർ മുകളിൽ ഹൈറ്റുണ്ട്. ഒരു കാലത്തും ഇത്രയും ഈ കലിങ്കിനെ കവർ ചെയ്തിട്ട് ഒരിക്കലും വെള്ളം ഇതുവരെ വന്നിട്ടില്ല. ഇവർ കൃത്രിമം ഉണ്ടാക്കിയിരിക്കുന്ന ഈ പുഴ ഓവർഫ്ലോ ചെയ്ത് ഈ PWD റോഡിൻ്റെ പഞ്ചായത്ത് റോഡിൻ്റെ മുഴുവൻ മേഖലയിൽ കൂടിയാണ് ഒഴുക്ക് നടന്നുകൊണ്ടിരിക്കുന്നത്. കൂടാതെ കൊണ്ട് എൻ്റെ പറമ്പ് തോടിൻ്റെ സൈഡിലാണ്, ഈ കോൺവെൻറ്റ് ഈ തോടിൻ്റെ സൈഡിലാണ് പുറകിൽ കാണുന്ന കോൺവെൻറ്റ്. ഇവരുടെ കെട്ടടക്കം ഇടിഞ്ഞു പോയും ഈ കാര്യങ്ങൾ ഇവിടുത്തെ മദർ ഇവരോട് കഴിഞ്ഞ ആഴ്ച സൂചിപ്പിച്ചിട്ടും അവർ വളരെ നിരുത്തരവാദമായ രീതിയിൽ ഒരിക്കലും അവർക്കിതിന് പങ്കില്ല എന്നുള്ള വ്യാജമായ മറുപടിയാണ് ഇതിൻ്റെ ഓണർ പറഞ്ഞിരിക്കുന്നത്. അതുകൂടാതെ കൊണ്ട് എൻ്റെ തോടിൻ്റെ സൈഡിലുള്ള 200 മീറ്ററോളം കരിങ്കൽ കെട്ട് പല സ്ഥലങ്ങളിലും അമിതമായ ഈ വിഷക്കൂട്ട് വന്ന് ഇടിഞ്ഞു പൊളിഞ്ഞു കിടക്കുകയാണ്. കൂടാതെ കൊണ്ട് ഈ തോടിനെ ബേസ് ചെയ്ത് ഞങ്ങളുടെ കുളങ്ങൾ, കിണറുകൾ മുഴുവൻ ഈ തോട് ഓവർഫ്ലോ ചെയ്ത് ഈ മലിനജലം കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. ഇത് നന്നാക്കി തരാൻ വേണ്ടി ഇവനോട് പറഞ്ഞിട്ട് 5 വർഷം മുമ്പ് ഒരു പ്രാവശ്യം മാത്രം ഇയാൾ ആ കുളം എനിക്ക് വൃത്തിയാക്കി തന്നു. ഇപ്പോൾ 10,000 രൂപ എല്ലാ വർഷവും കൊടുത്തിട്ടാണ് ഈ വിഷക്കൂട്ട് ഞാൻ ഒഴിവാക്കിക്കൊണ്ടിരിക്കുന്നത്. ഇതിനെതിരെ പഞ്ചായത്ത് തലത്തിൽ സെക്രട്ടറിയോടും പഞ്ചായത്ത് പ്രസിഡന്റ് മെമ്പറോടൊക്കെ ഞങ്ങൾ രേഖാമൂലമല്ല വാക്കാൽ ആവശ്യപ്പെട്ടപ്പോൾ അവർക്ക് കാര്യമായി ഇതൊന്നും ചെയ്യാൻ പറ്റാത്ത ചില സാഹചര്യങ്ങളും പറയുകയുണ്ടായി. ഇന്ന് പ്രസിഡന്റിനെ വിളിച്ചപ്പോൾ 2 പ്രാവശ്യം വിളിച്ചപ്പോൾ അവർ ഇത് ഫോൺ എടുത്തില്ല. കൂടാതെ ഇവിടുത്തെ വാർഡ് മെമ്പറായ സീമയെ വിളിച്ചപ്പോൾ അവൾ പറഞ്ഞു 5-6 വർഷമായാലും നിങ്ങൾ അനുഭവിക്കുന്നത്,
എന്നെ കൊണ്ടോ അല്ലെങ്കിൽ പഞ്ചായത്തിനെ കൊണ്ടോ ഒന്നും ചെയ്യാൻ പറ്റില്ല. പക്ഷേ കേരളത്തിൽ മലിനമുക്ത കേരളം പ്രഖ്യാപിച്ച കൂട്ടത്തിൽ അയ്യങ്കുന്ന് പഞ്ചായത്ത് മലിനമുക്ത പഞ്ചായത്തായി പ്രഖ്യാപിക്കുകയും വീടുകളിലുള്ള മുഴുവൻ മാലിന്യങ്ങളും സംസ്കരണം നടത്തണമെന്നും അതുപോലെ തന്നെ കാട് പിടിച്ചു കിടക്കുന്ന പറമ്പുകൾ നിർബന്ധമായും തെളിക്കണമെന്നും ഏറ്റവും ഉപരിയായി നിങ്ങളുടെ കൈത്തോടുകളിലൂടെയോ തോടുകളിലൂടെയോ നീറവുകളിലൂടെയോ ഏതെങ്കിലും തരത്തിലുള്ള മാലിന്യങ്ങൾ നിക്ഷേപിച്ചാൽ അതിശക്തമായ കർശനമായ നിയമ നടപടികൾ ഞങ്ങൾ എടുക്കുമെന്നുള്ള വാഗ്ദാനമടക്കം ഈ പഞ്ചായത്തിന്റെ എല്ലാ വാർഡുകളിലും മുക്കിലും മൂലയിലും എല്ലാ ഊടുവഴികളിലും പഞ്ചായത്ത് അനൗൺസ്മെന്റ് 15 ദിവസം മുമ്പ് നടത്തിയിരുന്നു. ഈ മാരകമായ വിഷക്കൂട്ട് ഞങ്ങൾ അനുഭവിക്കാൻ തുടങ്ങിയിട്ട് കാലങ്ങളേറെയായി. ഇതിന് യാതൊരു തരത്തിലുള്ള പരിഹാരങ്ങളുമില്ല. അതിനേക്കാൾ ഉപരിയായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ വിഷക്കൂട്ട് ചെന്നിച്ചേരുന്നത് പഴശ്ശി ജല പ്രൊജക്റ്റിലേക്കാണ്. അവിടെ എന്ന് പറഞ്ഞാൽ ഉള്ള പഴശ്ശി ജലസേചന വകുപ്പിന്റെ മദർ ടാങ്കിൽ നിന്നും പമ്പിങ് ചെയ്യുന്നത് ഏതാണ്ട് 190 ദശലക്ഷം ലിറ്റർ വെള്ളമാണ് ഓരോ ദിവസവും ഈ ജലാശയത്തിൽ നിന്നും കുടിവെള്ളത്തിനായി പമ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതായത് കണ്ണൂർ കോർപ്പറേഷൻ അതുപോലെ തന്നെ വിവിധ മുനിസിപ്പാലിറ്റികൾ കൂടാണ്ട് 36 പഞ്ചായത്തുകളടക്കം 1,25,000 കുടിവെള്ളത്തിന്റെ കണക്ഷനുകൾ ഈ പദ്ധതിയിൽ പ്രതിദിനം ആൾക്കാർ ഗുണഭോക്താക്കളായിട്ടുണ്ട്. അവരെല്ലാം കഴിക്കുന്നത് ഈ വിഷക്കൂട്ടിന്റെ വെള്ളമാണ്. കൂടാതെ കണ്ട് 5 തരത്തിലുള്ള മിനി പമ്പിംഗ് ഹൗസുകൾ അടക്കം കൂടാതെ കൊണ്ട് മാഹിയിലേക്ക് കുടിവെള്ളം എത്തിക്കുന്നതും ഈ പഴശ്ശി പ്രൊജക്ടിന്റെ ഭാഗത്തു നിന്നാണ്. ഇത്രയും ആളുകളെ ബാധിക്കുന്ന ഈ മാരകമായ വിഷക്കൂട്ട് കൃഷിയിൽ നിന്ന് ഒഴുക്കാൻ തുടങ്ങിയിട്ട് കാലങ്ങളേറെയായി. പരാതിപ്പെട്ടിട്ടും ഒരു കാര്യവുമില്ല. ഇത് ഈ പരിസരവാസികൾക്ക് ഏറ്റവും വലിയ ആരോഗ്യ പ്രശ്നവും അതുപോലെ തന്നെ പരിസ്ഥിതി ദോഷവും ആയിരിക്കുകയാണ്. ഇവരോട് പറയുമ്പോൾ ഇവർ ഒരു കാരണവശാലും യാതൊരു തരത്തിലുള്ള പരിഹാരവും ഇക്കാര്യങ്ങൾ ഉണ്ടായിട്ടില്ല. എൻ്റെ കിണറടക്കം കുടിവെള്ള സ്രോതസ്സടക്കം മൊത്തം ആളുകൾ ഈ പ്രദേശത്തുള്ള മുഴുവൻ ആളുകളുടെയും കുടിവെള്ളത്തിന്റെ സ്രോതസ്സിനെയും കുടിവെള്ള കിണറുകൾ കുളങ്ങൾ മുഴുവൻ ഈ വിഷക്കൂട്ട് കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. ഇതിനെതിരെ അടിയന്തരമായിട്ട് കേരളത്തിന്റെ മുഖ്യമന്ത്രി കണ്ണൂർ ജില്ലക്കാരനാണ്. അതുപോലെ തന്നെ KPCC പ്രസിഡന്റ് ഞങ്ങളുടെ നാട്ടുകാരനും ഞങ്ങളുടെ നിയോജകമണ്ഡലംകാരനുമാണ്. ഇവർ ഈ വിഷയത്തിൽ ബന്ധപ്പെട്ട് അടിയന്തരമായി ഇത് പരിഹരിക്കാനുള്ള ശാശ്വതമായ നടപടികൾ സത്വരമായി കൈക്കൊള്ളണമെന്ന് ഞാൻ ഈ തരത്തിൽ അഭ്യർത്ഥിക്കുകയാണ്. നമുക്ക് മനോജേട്ടന്റെ പ്രതികരണത്തിലേക്ക് പോകാം. മനോജേട്ട, തോടിന്റെ അവസ്ഥ എന്ന് പറഞ്ഞാല് നേരത്തെ ഇതെന്ന് പറഞ്ഞാൽ ഒത്തിരി ആളുകൾ കുളിക്കുകയും ചെയ്തുകൊണ്ടിരുന്ന ഇതാണ്. ഇപ്പൊ അതിനകത്ത് ഇറങ്ങാൻ പോലും വേണ്ട, ചോർച്ചിലാണ് ആ വെള്ളത്തിനകത്ത്. അത് തന്നെയല്ല, ഒരു തൂളമഴ പെയ്ത് കഴിഞ്ഞാൽ ഇതിനകത്തൂടെ മുഴുവൻ പാലിന്റെ കളറിലാണ് വെള്ളം വരുന്നത്. ഇതൊക്കെ എവിടുന്ന് വരുന്നു, എങ്ങനെ വരുന്നത്? അതോ മണം? ഒരു മഴ പെയ്ത് ചെറിയൊരു മഴ പെയ്താൽ മതി, വീട്ടിലിരിക്കത്തില്ല. അതേപോലെ മണമാണ്, എന്തിൻ്റെയൊക്കെ ഒരു കട്ട മണം. അതുപോലെ കിണറ്റിലെ വെള്ളത്തിനും മഴ പെയ്ത് കഴിഞ്ഞാൽ അന്നേരം കിണറ്റിലെ വെള്ളത്തിന് നിറം മാറുന്നു. അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെയാണ് ഇതെത്തുന്നുള്ളതാണ് നമുക്ക് മനസ്സിലാകാത്തത്. നടപടി എടുക്കുന്നില്ലെന്നാണോ പറയുന്നത്? പഞ്ചായത്തുകാർ വന്ന് ഇതുപോലെ വന്ന് നോക്കിയേച്ച് പോകുന്നു, അത് തന്നെയല്ല. അവര് പോയി പിന്നെ അടുത്ത ആൾക്കാർ വരുന്നു, അത് തന്നെ. വേറെ മാർഗങ്ങളൊന്നും വരുന്നില്ല. ഇത് കഴിഞ്ഞ വർഷം നമ്മൾ ഇതേപോലെ ന്യൂസ് ചെയ്തതാണ്, എന്നിട്ടും ഒരു ഇതും വന്നിട്ടില്ല അല്ലേ? നേരത്തെ നിങ്ങൾ പറയുന്നത് എത്രയും പെട്ടെന്ന് പഞ്ചായത്ത് അധികൃതർ എല്ലാം നടപടി എടുക്കണമെന്നാണ്. മേലധികാരികൾ അല്ല അതിന് വേണ്ടിയിട്ട് എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അത് കാര്യമായിട്ട് ചെയ്യുക. അത് തന്നെ മനുഷ്യരുടെ ജീവിതമല്ലേ, ജീവിക്കാൻ മേലാത്ത സ്ഥിതിയിലോട്ടല്ലേ പോകുന്നത്. കളക്ടറാണ് അതിന് ഇത് ചെയ്യേണ്ടത്.